ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ 4th ബ്ലോക്കാണ്. സോ അതിലൊരു 5th യൂണിറ്റാണ് TS എലിയട്ടിൻ്റെ ആഷ് വെനസ്ഡേ എന്ന പോയം. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. TS എലിയട്ട് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു അമേരിക്കൻ കവിയായിരുന്നു. സോ ഈ ഒരു പോയത്തിൻ്റെ പോയറ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1927 TS എലിയട്ട് ദൈവത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് പോവുകയും ചെയ്തു. അതിനു മുമ്പായി ദൈവത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു TS എലിയട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1927 കാലഘട്ടങ്ങളൊക്കെ ആകുന്ന സമയത്ത് അദ്ദേഹം കൂടുതലായിട്ട് ദൈവത്തിനെ കുറിച്ച് അറിയാനും അതുകൊണ്ട് തന്നെ ഒരു ആത്മീയത ഉള്ള ഒരു ജീവിതത്തിലേക്ക് ആ ഒരു സമയത്ത് TS എലിയട്ട് കടക്കുകയാണ് ഉണ്ടായത്. സോ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് 1930 ആഷ് വെനസ്ഡേ എന്ന കവിത പോയറ്റ് എഴുതിയിട്ടുള്ളത്. സോ ഈ ഒരു ആഷ് വെനസ്ഡേ എന്നുള്ള ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ലെൻറ്റ് പീരീഡിൻ്റെ ഒരു ആരംഭമാണ്. അതായത് ദുഃഖവും ആത്മപരിശോധനയൊക്കെ തുടങ്ങുന്ന ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്ന അവരുടെ ഒരു ഹോളി ഡേ ആണ് ഈ ഒരു വെനസ്ഡേ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ആഷ് വെനസ്ഡേ എന്നുള്ള ഈ ഒരു ടൈറ്റിൽ പോയറ്റ് ഈ ഒരു പോയത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പോയറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. 1888 TS എലിയട്ട് ജനിക്കുന്നത്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള കവിയാണ്, അതുപോലെ തന്നെ നിരൂപകനാണ്, അതുപോലെ തന്നെ ഡ്രാമ റൈറ്ററാണ്. സോ അദ്ദേഹത്തിൻ്റെ ആദ്യം എഴുതിയ പോയറ്റുകളൊക്കെ ആധുനികമായിട്ടുള്ള ജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വ്യതിയാനങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റൈറ്റിങ്സ് ഒക്കെ ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ വേസ്റ്റ് ലാൻഡ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാലത്തെ എഴുത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ദൈവത്തിനെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു ജീവിതം ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ള റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ദൈവത്തിനെക്കുറിച്ച് അറിയുകയും അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടാവുകയും ആത്മീയതയിലേക്ക് നീങ്ങുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ആത്മീയതയെക്കുറിച്ചിട്ടുള്ളതും ദൈവത്തിനെ കുറിച്ചിട്ടുള്ള റൈറ്റിങ്സൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആഷ് വെനസ്ഡേ എന്നുള്ള ഈ ഒരു പോയം. ഓക്കെ, സോ നമുക്ക് പോയത്തിൻ്റെ ഒരു ഓവറോൾ സമ്മറി നോക്കാം. പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിനി പഴയ ലോകത്തേക്കില്ല. ഞാനിനി പഴയ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലാതെ ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹം നടന്ന ആ ഒരു പഴയ കാലം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്നാൽ ആ ഒരു പഴയ കാലത്തേക്ക് പോകാൻ പോയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കഴിവുകളും അതുപോലെ തന്നെ മനുഷ്യരിലുള്ള വിഭവങ്ങളും കാര്യങ്ങളൊന്നും ഞാനിനി ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. പോയിട്ടിന് ആകെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആത്മീയതയും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ കഴിവുകളെയൊക്കെയാണ് പോയിട്ടിന് ഇഷ്ടം എന്നാണ് ഈ ഒരു ലൈനിൽ സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മാവിലുള്ള പാപങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു കഠിനമായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ എന്നാണ് പോയിട്ട് പറയുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിനെ കുറിച്ച് അറിയലാണ്. സോ ദൈവത്തിനെ കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനെ കേൾക്കാനും വിശ്വസിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് പോയിട്ട് അവസാനമായിട്ട് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഒരു പോയറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ ജീവിതം വിട്ട് പോയിട്ട് ദൈവത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. സോ ഇപ്പോൾ ദൈവത്തിൻ്റെ പാതയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളൊക്കെ വിട്ടു എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ദൈവികമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ, ആത്മീയമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ അത് ഒട്ടും എളുപ്പമല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതിന് ഒരുപാട് രീതിയിലുള്ള വേദനയും ത്യാഗവും ഒക്കെ സഹിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കൂടെ പോയിട്ട് ഇതിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്.
സോ ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്ന അവസാനം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുക്കുന്നതിനുള്ള ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ ഒരു വെളിച്ചമൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആത്മപരിഷ്കരണമാണ്. ഓക്കെ, ആത്മപരിഷ്കരണം, അതായത് പാപങ്ങളിൽ നിന്നുള്ള മോചനം തേടുകയാണ്. പോയിട്ട് എന്താണ്, ഇതിനു മുമ്പ് ഒരുപാട് ദൈവത്തിന് വിശ്വാസങ്ങളില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ചിട്ടകൾക്കെതിരായുള്ള രീതിയിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെ അദ്ദേഹം എന്താണ്, ഇപ്പോൾ പാപമോചനം തേടുകയാണ്. മാത്രമല്ല എന്താണ്, ഈ ഒരു ഇഹലോകത്തിലുള്ള എല്ലാ എന്താണ് സുഖ സൗകര്യങ്ങളും വിട്ടുകൊണ്ട് ദൈവികതയെ, അതായത് ദൈവത്തിൻ്റെ പാതയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. ഈ ഒരു യാത്ര ഒടുവിൽ എന്താണ്, ദൈവത്തിലേക്ക് എത്തുമെന്നാണ് പോയറ്റ് വിശ്വസിക്കുന്നത്. സോ ഈ ഒരു ആഷ് വെനസ്ഡേ എന്നുള്ളൊരു കവിത എന്താണെന്ന് വെച്ചാൽ ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിലേക്കുള്ള ഒരു എന്താണ് പാതയിലൂടെയുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് പോയറ്റ് പറയുന്നത്. മാത്രമല്ല ഭൗതിക ലോകം കൊണ്ടല്ല, ദൈവവിശ്വാസം കൊണ്ടാണ് ഒരു മനുഷ്യൻ സത്യത്തിൽ സമാധാനം നേടുന്നത് എന്നാണ് പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.